വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ്. എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് ഇന്നിതാ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ടോപ്പിക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കണ്ടിട്ട് വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മളെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാനുള്ള കഴിവ് നമ്മളിലുണ്ടെന്ന് ആദ്യം നമ്മളാണ് വിശ്വസിക്കേണ്ടത് എന്ന്. അതെ, ഇന്നത്തെ ടോപ്പിക്ക് കഴിവിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ. ചുറ്റുപാട് വന്ന് നോക്കിക്കേ, ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല ഹൈ പൊസിഷൻസിൽ ജീവിക്കുന്നു, നല്ല സാലറി വാങ്ങിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല രീതിയിൽ അങ്ങ് ജീവിച്ചു പോകണം. അപ്പം നമ്മൾ വിചാരിക്കും, അവരൊക്കെ നല്ല കഴിവുള്ളവരാണ്, നമുക്ക് ആ കഴിവൊന്നുമില്ല. ഒന്ന് ചിന്തിച്ചേ, ഇവരെല്ലാവരും ജനിച്ചപ്പോഴേ ഈ കഴിവ് കൊണ്ടുവന്നവരാണോ? ഒരിക്കലുമല്ല. നമ്മളും അവരും ഒക്കെ ഒരേ രീതിയിൽ ജന്മം കൊണ്ടവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മളും നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിലും ഉണ്ടോ കുറേ കഴിവുകൾ. ആ കഴിവുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കഴിവില്ല എന്നുള്ളൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരണം. ആ കഴിവ് എന്താണെന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കുറിച്ച് നമുക്കും അറിയില്ല. അതാണ് സത്യം. നമ്മുടെ ഉള്ളിൽ കുറേ കഴിവുകളുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കപ്പെടാതെ ഇങ്ങനെ ഇരിക്കുന്ന കഴിവുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കടലിൻ്റെ അടിയിൽ സമ്പത്ത് കിടക്കുന്നത് പോലെയാണ്. ആ ഒരു സമ്പത്തിനെ പുറത്തെടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ മനുഷ്യരാശിക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന കുറേ കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്ന് പറയുന്നത് ഈ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സമ്പത്തുകളെ പോലെയാണ്. ആ അടിത്തട്ടിൽ കിടക്കുന്ന ആ സമ്പത്തിനെ നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്നാൽ മാത്രമേ മനുഷ്യരാശിക്ക് അത് ഉപയോഗപ്പെടുത്തുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകൾ. നമ്മൾ അതിനെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ അത് നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുകയുള്ളൂ. വെറും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്ന A.J. ക്രോണിൻ ലോക പ്രശസ്തി നേടിയ ഒരു നോവലിസ്റ്റായി തീർന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരിക്കലും അദ്ദേഹത്തിന് വയറുവേദന വന്നു. ഈ വയറുവേദന വന്ന സമയത്ത് ക്രോണിനെ ചികിത്സിച്ച ഡോക്ടർ അദ്ദേഹത്തിന് സ്ട്രിക്റ്റായിട്ട് 6 മാസത്തെ റെസ്റ്റ് പറഞ്ഞു. ഈ 6 മാസത്തെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. നാട്ടിൽ ചെന്നപ്പോൾ ക്രോണിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഒരു നോവൽ എഴുതി തുടങ്ങി. ആദ്യമൊക്കെ ഒരുപാട് വെട്ടും കുത്തും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേപ്പേഴ്സൊക്കെ കീറി കളഞ്ഞു. താൻ എഴുതിയത് അത്രയും വായിച്ചു നോക്കിയ ക്രോണിൻ അത് ചവറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം എടുത്ത് അടുപ്പിലെറിഞ്ഞു. ഇത് അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള ഒരു കർഷക സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ആ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞത്, നിരന്തരം അധ്വാനിച്ചാലേ അതിനുള്ള ഒരു ഫലം കിട്ടൂ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വാക്കുകൾ അങ്ങനെ പതിഞ്ഞു. അടുപ്പിലെറിഞ്ഞു എന്നാണ്, പക്ഷെ അടുപ്പിലുള്ള കടലാസുകൾക്ക് തീ പിടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വീണ്ടും എടുത്തിട്ട് ആ ഒരു നോവൽ പൂർത്തിയാക്കിയിട്ട് പ്രസാധകന് അയച്ചു കൊടുത്തു. ആ നോവലിൻ്റെ പേര് ഹാറ്റേഴ്സ് കാസിൽ എന്നായിരുന്നു. ആ നോവലിൻ്റെ ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് പിന്നീട് വിറ്റഴിഞ്ഞത്. ഇതെല്ലാം നമ്മുടെ വായനയിലൂടെ കിട്ടുന്ന അറിവുകളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കഴിവിന് പുറത്തെടുക്കുകയാണ് ചെയ്തത്, അല്ലേ? അതുപോലെ നമുക്കും അറിയാം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകളുണ്ടെന്നുള്ളത്. പക്ഷെ ആദ്യം തന്നെ അത് വിജയിക്കണം, അല്ലെങ്കിൽ അത് വിജയത്തിലോട്ട് എത്തണം എന്ന് വാശി പിടിക്കരുത്. നിരന്തരം അധ്വാനിച്ചാലേ ഫലമുണ്ടാവുള്ളൂ. ആ വാക്കുകൾ നമുക്കും കൂടി ഉള്ളതാണ്. എല്ലാവരിലും, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കുള്ളിലും ഓരോ നല്ല നല്ല കഴിവുകളുണ്ട്. അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക, എന്നിട്ട് ആ കഴിവുകളെ പുറത്തെടുക്കുക, അതിനെ ഒന്ന് തേച്ച് മിനുക്കി എടുക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്യുക. തീർച്ചയായിട്ടും ഫലം കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.